40-ാം ദിവസം ചതി, തകർക്കപ്പെടുന്ന വിശ്വാസവും വീണ്ടെടുക്കും. ചതി അല്ലെങ്കിൽ വിശ്വാസവഞ്ചന എന്നത് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ആത്മീയവും മാനസികമായ മുറിവുകളിൽ ഒന്നാണ്. സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് ഏൽക്കുന്ന ആഘാതമായതുകൊണ്ടാണ് ഇതിൻ്റെ ആഴം കൂടുന്നത്. വിശ്വാസം കെട്ടിപ്പടുക്കാൻ വർഷങ്ങൾ വേണം, എന്നാൽ അത് തകർക്കാൻ ഒരു നിമിഷത്തെ ചതി മതിയാകും. വിശുദ്ധ ഗ്രന്ഥത്തിൽ ചതിയെക്കുറിച്ച് ഏറ്റവും ഹൃദയസ്പർശിയായി പറയുന്നത് സങ്കീർത്തകനാണ്. യേശുവിനെ യൂദാസ് ചതിക്കുന്നതിനെ ഇത് മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം ഭക്ഷിച്ചവനുമായ എൻ്റെ ആത്മമിത്രം പോലും എനിക്കെതിരെ കുതികാൽ ഉയർത്തി. സങ്കീർത്തനം 41:9. അസത്യം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ്. വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്നവനോട് അവിടത്തേക്ക് പ്രീതിയുമുണ്ട്. സുഭാഷിതങ്ങൾ 12:22. ഇതിന്റെ അർത്ഥം എന്താണ്? ചതി എന്നത് കേവലം മനുഷ്യനോട് ചെയ്യുന്ന തെറ്റല്ല, മറിച്ച് ദൈവത്തിന് വെറുപ്പുള്ള കാര്യമാണ്. സത്യസന്ധതയും വിശ്വസ്തതയുമാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ. അല്പം മനഃശാസ്ത്രം. ബിട്രയൽ ട്രോമ. നാം വളരെയധികം ആശ്രയിക്കുന്ന ഒരാൾ നമ്മെ വഞ്ചിക്കുമ്പോൾ നമ്മുടെ സുരക്ഷിത ബോധം തകരുന്നു. ചതിക്കപ്പെട്ട വ്യക്തി പലപ്പോഴും ചിന്തിക്കുന്നത് എനിക്ക് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ്. ഇത് സ്വയം പഴിചാരുന്നതിലേക്കും മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള ഭയത്തിലേക്കും നയിക്കുന്നു. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ചതിച്ച വ്യക്തിയേക്കാൾ ഉപരിയായി തകർന്നുപോയ സ്വന്തം മനസ്സിനെ ശുശ്രൂഷിക്കാനാണ് മുൻഗണന നൽകേണ്ടത്. 2026 മാർച്ച് 10 കൊച്ചിയിൽ നടന്ന ഈ സംഭവം ചതിയുടെ ആധുനിക മുഖം വ്യക്തമാക്കുന്നു. കൊച്ചിയിൽ ഒരു IT ഉദ്യോഗസ്ഥൻ തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് ഡിജിറ്റൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമിൽ 50 ലക്ഷം രൂപ നിക്ഷേപിച്ചു. പണം ലഭിച്ചു കഴിഞ്ഞപ്പോൾ ആ സുഹൃത്ത് അപ്രത്യക്ഷനാവുകയും അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. വർഷങ്ങളായുള്ള സൗഹൃദത്തെയാണ് ആ സുഹൃത്ത് പണത്തിന് വേണ്ടി വിൽപ്പന നടത്തിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഈ സുഹൃത്ത് ഇതിനു മുൻപും സമാനമായ രീതിയിൽ പലരെയും ചതിച്ചിട്ടുള്ളതായി കണ്ടെത്തി. സ്നേഹിതനെന്ന് ഭാവിക്കുന്നവനെ സൂക്ഷിക്കുക എന്ന് ബൈബിൾ ഓർമ്മിപ്പിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളിൽ എത്ര അടുത്ത സുഹൃത്തായാലും വിവേചന ബുദ്ധിയോടെ മാത്രം തീരുമാനമെടുക്കുക. ചതിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ചതിയിൽ പെടാതിരിക്കാൻ ഇത് ചെയ്യാം. വിവേകം ഉപയോഗിക്കുക. വിവേചന ബുദ്ധിയിൽ നമ്മൾ പറഞ്ഞതുപോലെ സമാധാനം നൽകാത്ത വലിയ ലാഭവാഗ്ദാനങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അതിരുകൾ നിശ്ചയിക്കുക. സ്നേഹം എല്ലാവർക്കും നൽകാം, എന്നാൽ രഹസ്യങ്ങളും സാമ്പത്തിക സുരക്ഷയും വിശ്വസ്തത തെളിയിച്ചവർക്ക് മാത്രം നൽകുക. ക്ഷമിക്കുക, പക്ഷേ വിവേകത്തോടെ. ചതിച്ചവരോട് പകവയ്ക്കാതിരിക്കുക, എന്നാൽ വീണ്ടും ചതിക്കാൻ അവസരം നൽകാത്ത രീതിയിൽ അവരിൽ നിന്ന് അകലം പാലിക്കുക. മറ്റൊരാളെ ചതിക്കുന്നവൻ നേടുന്നത് താൽക്കാലിക ലാഭമാണ്, എന്നാൽ അവൻ നഷ്ടപ്പെടുത്തുന്നത് തൻ്റെ അന്തസ്സും ദൈവകൃപയുമാണ്. നാം ചതിക്കപ്പെട്ടവരാണെങ്കിൽ വിഷമിക്കേണ്ട, കാരണം കർത്താവ് ഹൃദയം തകർന്നവരുടെ കൂടെയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ.